ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 3യിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. യൂണിറ്റ് 3 പേജസ് ഓഫ് വണ്ടർ, അത്ഭുതത്തിൻ്റെ പേജുകൾ. ഫസ്റ്റ് പേജിൽ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കുറേ കുട്ടികൾ ചേർന്നിട്ട് ബുക്ക് വായിക്കുന്നുണ്ട്. ആ ബുക്കിലുള്ള ഒരു മാജിക്കും മാന്ത്രികതയൊക്കെയാണ് ചുറ്റും ഇങ്ങനെ വർണ്ണിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിലൊരു മെസ്സേജ് ഉണ്ട്. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റും, അത് ബുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട്. ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാം. അതാരാണ് ആ മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്? നീൽ ഗെയ്മാൻ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഒബ്സർവ് ദ പിക്ചർ ബിലോ. നമുക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? കുട്ടികൾ ബുക്ക് വായിക്കുന്നത് തന്നെയാണ്. പിന്നെ അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? എന്താണ്? റീഡിങ് ബുക്സ്, ബുക്ക് വായിക്കുന്നു. ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണോ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ യെസ്, ഐ ലൈക്ക് ടു റീഡിങ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? നിങ്ങൾ സ്റ്റോറിയൊക്കെ വായിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതാണ് എന്ന് എഴുതുക. ഡ്രാവ് ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. നിങ്ങൾ സ്റ്റോറി വായിക്കുന്നില്ലെങ്കിൽ കാർട്ടൂണെങ്കിലും എന്തായാലും കാണുന്നുണ്ടാവും. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും നിങ്ങളൊരു ഫേവറേറ്റ് ക്യാരക്ടറിനെ വരച്ച് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഇവിടെ ഒരു ബോക്സ് തന്നിക്കുന്നത്. ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. എന്താണ്? ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിങ്. ഡിസ്കവർ മീൻസ് കണ്ടെത്തുക. ദ ജോയ് ഓഫ് റീഡിങ്, റീഡിങ്ങിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എന്താണ്? ദ കളർഫുൾ ട്രഷർ. എന്താണ്? ദ കളർഫുൾ ട്രഷർ, കളർഫുള്ളായ നിധി. ഫസ്റ്റ്, ടീയേഴ്സ് ആൻഡ് ജോയ്. ടീയേഴ്സ് പറഞ്ഞാൽ കണ്ണുനീര്, ആൻഡ് ജോയ് പറഞ്ഞാൽ സന്തോഷം, ഹാപ്പിനെസ്. കണ്ണുനീരും സന്തോഷവും. ഇൻ എ ഫാർ അവേ വില്ലേജ്. വളരെ ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ. ചിൽഡ്രൻ നെവർ വെൻറ്റ് ടു സ്കൂൾ. കുട്ടികൾ ഒരിക്കലും സ്കൂളിൽ പോയിരുന്നില്ല. ദേ ആൾവേസ് വണ്ടേർഡ് ഹിയർ ആൻഡ് ദർ. അവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലഞ്ഞു നടന്നു. ദേ ലീവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. അവർ ഒരു വേസ്റ്റ് കൂമ്പാരത്തിനടുത്താണ് താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളർ സ്പീക്ക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്. മാലിന്യത്തിൻ്റെ കൊട്ടയിൽ നിന്ന് തിളക്കമുള്ള നിറങ്ങൾ പുറത്തേക്ക് വന്നു. ക്രംബിൾഡ് പേപ്പേഴ്സ്, അതായത് പൊടിഞ്ഞ പേപ്പറുകൾ, കീറിയതൊക്കെ ആയിട്ടുള്ള കടലാസുകൾ. ഷൈനി ബോട്ടിൽസ്, തിളങ്ങുന്ന കുപ്പികൾ. ആൻഡ് ടാറ്റേർഡ് ക്ലോത്ത്സ്, കീറിയ വസ്ത്രങ്ങൾ. സ്കേർട്ടഡ് എവരിവെയർ, പലയിടത്തും ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. ദ ചിൽഡ്രൻസ് ലോട്ടർ റാങ് ലൈക്ക് ബെൽസ് അമിഡ്സ് ദ ഗാർബേജ്. കുട്ടികളുടെ ചിരി ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ വേസ്റ്റ് കൂമ്പാരത്തിന് അടിയിലുള്ള മണികൾ മുഴങ്ങുന്നത് പോലെ മുഴങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി എന്ന്. ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ദുഃഖം തിങ്ങി നിന്നു. സ്കൂളിലൊന്നും പോകാനൊന്നും പറ്റാത്ത കുറച്ച് കുട്ടികളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അവർ താമസിച്ചിരുന്നത് വേസ്റ്റ് കൂമ്പാരത്തിനടുത്താണ്. അങ്ങനെ അതിൻ്റെ അടിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡു ആൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? വാട്ട് യു തിങ്ക്? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ അവസരം ലഭിക്കുന്നുണ്ടോ? നീ എന്ത് ചിന്തിക്കുന്നു? നോ ആണ് ആൻസർ. ഇല്ല. കാരണം എന്താണ്? ഒരുപാട് കുട്ടികളുണ്ട് സ്കൂളിലൊന്നും സാഹചര്യങ്ങൾ കൊണ്ട് പോവാൻ പറ്റാത്ത കുട്ടികൾ. ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്. പക്ഷെ അവരുടെ ഹൃദയങ്ങളിൽ ഒരു ദുഃഖം തിങ്ങി നിന്നു. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? നമുക്ക് കണ്ടറിയാം. എ തേഴ്സ്റ്റ് ടു റീഡ്. വായിക്കാനുള്ള ഒരു ദാഹം, അതായത് വായിക്കാനുള്ള ഒരു പൂതി, അതൊക്കെ ഉദ്ദേശിക്കുന്നത്. എവരി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ. ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എല്ലാ ദിവസവും രാവിലെ മറ്റു കുട്ടികൾ ബസ്സിൽ സ്കൂളിൽ പോകുന്നത് ഈ കുട്ടികൾ കണ്ടു. ദേ വോർ ക്ലീൻ ആൻഡ് അയേൺഡ് യൂണിഫോം. അവർ ഇസ്തിരിയിട്ടതും വൃത്തിയുള്ളതുമായ യൂണിഫോം ധരിച്ചിരിക്കുന്നു. സം ഓഫ് ദം വെർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻസ്. അതായത്
അവർ ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ പാവപ്പെട്ട കുട്ടികളെ ഒരിക്കലും പരിഗണിച്ചില്ല. അതാണ് ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. ഈ കുട്ടികൾ വളരെ കൗതുകത്തോടു കൂടി ആ കാഴ്ച നോക്കി നിന്നു. അവർ മറ്റേ കുട്ടികൾ പുസ്തകം ബസ്സിലിരുന്ന് വായിക്കുന്നതും ബസ് പോകുന്നതൊക്കെ. ദേ ക്ലച്ചഡ് ദ ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ ഗാർബേജ്. അവർ ഈ ചവറുകളിൽ നിന്ന് കിട്ടിയ ചുരുണ്ട കടലാസ് കഷ്ണങ്ങൾ മുറുകെ പിടിച്ചു. ഈ ചിത്രത്തിൽ നമുക്ക് കാണുന്നുണ്ട് ആ കുട്ടികളുടെ കയ്യിൽ. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. അവരിൽ ചിലർ മറ്റു കുട്ടികളെ അനുകരിച്ച് വായിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്. ഗ്രാമത്തിലെ കുട്ടികൾ സ്കൂൾ ബസ്സിലെ കുട്ടികളെ കൗതുകത്തോടെ നോക്കിയത് എന്തുകൊണ്ട്? എന്താണ്? ഇവർക്ക് അതിന് സാഹചര്യങ്ങൾ മൂലം കഴിയില്ല. അപ്പോൾ മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഇവർക്കൊരു കൗതുക കാഴ്ചയായിരുന്നു. കൗതുകത്തോടെ നോക്കി നിന്നു. ദ ഹിഡൻ ട്രഷർ. മറഞ്ഞിരിക്കുന്ന നിധി. ട്രഷർ മീൻസ് നിധി. വൺ ഡേ. ഒരു ദിവസം. എ വുമൺ കെയിം ദർ. ഒരു സ്ത്രീ അവിടെ വന്നു. ഷി വോർ എ റെഡ് ഡുപ്പറ്റ ഓവർ എ വൈറ്റ് കുർത്ത. അവള് എന്താണ് ധരിച്ചിരിക്കുന്നത്? വെളുത്ത കുർത്തയും അതിന് മുകളിൽ ചുവന്ന ദുപ്പറ്റയും. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹെർ ബിഫോർ. കുട്ടികൾ അവളെ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ദേ ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. അവർ അത്ഭുതത്തോടെ അവളെ നോക്കി. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അവൾ കുട്ടികളെ നോക്കി ചിരിച്ചു. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ. എനിക്കിവിടെ കുറച്ചു നേരം ഇരിക്കാവോ? ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ. അവർ കുട്ടികളോട് ചോദിച്ചു. ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. പിന്നെ അവളൊരു പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാനിൽ ഇരുന്നു. ഈ ചിത്രത്തിൽ നമുക്കതൊക്കെ കാണാൻ പറ്റും. ദ ചിൽഡ്രൻ വെർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയി പരസ്പരം നോക്കി. ഷീ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. അവൾ ബാഗ് തുറന്ന് എന്തൊക്കെയോ എടുത്തു. അപ്പോൾ എന്താണ്, അവരുടെ ഗ്രാമത്തിലേക്ക് അവർ ഇതുവരെ കാണാത്തൊരു സ്ത്രീ അങ്ങോട്ട് വന്ന് അവരുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട്. ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത് വെള്ള ചുരിദാറും അതിൻ്റെ മുകളിലൊരു ചുവന്ന ഷോള് ദുപ്പറ്റയും ധരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കയ്യിലുള്ള ബാഗിൽ എന്തൊക്കെയുണ്ട് അത് തുറക്കുന്നത് കുട്ടികൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇനി ക്വസ്റ്റ്യൻസ്. ഹൂ മേ ബി ദ ലേഡി. ആരാണ് ഈ സ്ത്രീ? വൈ ഡിഡ് ഷീ കം ദർ. എന്തിനാണ് അവർ ഇവിടെ വന്നത്? എന്താണ്? പിന്നെ വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്. അവളുടെ ബാഗിൽ എന്തായിരിക്കും? ക്യാൻ യു ഗസ്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? നമുക്ക് ബാക്കി നോക്കാം. വി ടു ഹാവ് നൈംസ്. നമുക്കും പേരുകളുണ്ട്. ദ ചിൽഡ്രൻ വേർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. കുട്ടികൾ അത്ഭുതത്തോടെ അവരുടെ അടുത്ത് ചെന്നു. ദേ വേർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷേഴ്സ് ഹിഡൻ ഇൻ ഹെർ ബാഗ്. അവളുടെ ബാഗിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിധികൾ കണ്ടെത്താൻ അവർ ആകാംക്ഷയോടെ കണ്ടിരുന്നു ബാഗ് തുറക്കുന്നത്. ദ വുമൺ റിവീൽഡ് എ കളക്ഷൻ ഓഫ് വൈബ്രന്റ് ബുക്സ്. അപ്പോൾ എന്താണ്, ആ സ്ത്രീ പുസ്തകങ്ങളുടെ ഒരു ശേഖരണമാണ് ബാഗിൽ നിന്ന് എടുത്തത്. അതിലെന്തൊക്കെ ഉണ്ട്? ഇൻക്ലൂഡിങ് ഡീപ്പ് ബ്ലൂസ്, കടും നീല കളറ്, ബ്രൈറ്റ് യെല്ലോ, കടും മഞ്ഞ, ആൻഡ് റിച്ച് റെഡ്, കടും ചുവപ്പ്. ഈ പറഞ്ഞ നിറത്തിലുള്ള പുസ്തകങ്ങളുടെ ഒരു ശേഖരണമാണ് ആ സ്ത്രീ ബാഗിൽ നിന്ന് പുറത്തോട്ടെടുത്തത്. ഷീ സ്മൈൽഡ് അറ്റ് ദം. അവരെ നോക്കി പുഞ്ചിരിച്ചു. ടെൽ മീ യുവർ സ്വീറ്റ് നൈംസ്. നിങ്ങളുടെ മധുരമുള്ള പേരുകൾ പറയൂ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾ പരസ്പരം നോക്കി. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ആരും ഇതുവരെ അവരോട് പേര് ചോദിച്ചിട്ടില്ല. അവരോരോരുത്തർ പറയാൻ തുടങ്ങി. മുത്തു, നിന്നു, താജു. ഹെസിറ്റാൻലി. ഹെസിറ്റാൻലി മീൻസ് മടിയോടുകൂടി. ദേ ഉട്ടർഡ് ദെയർ നെയിംസ്. അവരുടെ പേരുകൾ ഉച്ചരിച്ചു. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിം. അവർക്ക് അവളുടെ പേര് അറിയണമെന്നുണ്ടായിരുന്നു. ദെയർ ഐസ് വർ ആസ്കിങ് ഫോർ ഇറ്റ്. അവരുടെ കണ്ണുകൾ അത് ചോദിച്ചു കൊണ്ടിരുന്നു. കാൾ മീ ദീദി. എന്നെ ദീദി എന്ന് വിളിക്കൂ. ദ വുമൺ സെഡ് പ്ലസന്റ്ലി. ആ സ്ത്രീ സന്തോഷത്തോടെ പറഞ്ഞു. ഈ ചിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും. അവർ കൊടുക്കുന്ന ബുക്സും കുട്ടികൾ അത് എടുത്ത് നോക്കുന്നതൊക്കെ. എന്താണ് അടിയിലുള്ള ക്വസ്റ്റ്യൻ? ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്? വൈ. കുട്ടികൾ ദീദിയുടെ സാന്നിധ്യം ഇഷ്ടമായോ? എന്തുകൊണ്ട്? എന്താണ് നമുക്ക് പറയാം, കുട്ടികൾക്ക് അത് നല്ല ഇഷ്ടമായിട്ടുണ്ടാവും. കാരണം അവർ ആഗ്രഹിച്ച പോലത്തെ ബുക്സൊക്കെ അവർക്ക് വേണ്ടി ദീദി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് അത്രയും ഇഷ്ടമാവും. പ്രസൻസ് അവർക്ക് ഇഷ്ടമായി എന്ന് പറയാം. പിന്നെ അടുത്തത് വേൾഡ് ഓഫ് വണ്ടർ. അത്ഭുതങ്ങളുടെ ലോകം.
ദീസ് ബുക്സ് ആർ ഫോർ യു. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. സേഡ് ദീദി. ദീദി പറഞ്ഞു. ഫോർ അസ്. നമുക്കോ? എക്സ്ക്ലെയിംഡ് നിന്നു. നിന്നു വിളിച്ചു പറഞ്ഞു. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അനദർ. കുട്ടികൾ വീണ്ടും പരസ്പരം നോക്കി. ദേ ബിഗൻ ടു ടേൺ ദ പേജ്. അവർ പേജുകൾ മറിക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീദി പറഞ്ഞു. ഓക്കെ ഡിയേഴ്സ്. ശരി ഡിയേഴ്സ്. ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. എനിക്ക് പോകാനുള്ള സമയമായി. സീ യു ദീദി. ദീദിയെ കാണാം. സീ യു ടുമോറോ. നാളെ കാണാം. ദീദി സെഡ്. ദീദി പറഞ്ഞു. ആൻഡ് വേവ്ഡ് അറ്റ് ദം. അവരെ കൈ വീശി കാണിച്ചു പറയുമ്പോൾ ടാറ്റ കൊടുക്കുക. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. കുട്ടികളും തിരിച്ച് ടാറ്റ കൊടുത്തു. ദേ ഡിഡ് നോട്ട് വിങ്ക് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പറ്റ ഡിസപ്പിയർഡ്. ഈ ചുവന്ന ദുപ്പറ്റ അപ്രത്യക്ഷമാകുന്നത് വരെ അവർ കണ്ണിമ ചിമ്മിയില്ല. അതായത് അവർ അപ്രത്യക്ഷമാവുന്നത് വരെ കുട്ടികൾ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. അത്രയും അവർക്ക് സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. കുട്ടികൾ പുസ്തകങ്ങൾ എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. ഓരോ പുസ്തകവും അത്ഭുതകരമായ കഥകളും മനോഹരമായ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഇല്ലുസ്ട്രേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടൂൺ പോലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ, കഥ വായിക്കുന്ന പുസ്തകത്തിലൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഇല്ലുസ്ട്രേഷൻസ്. പിന്നെ ദേ വർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്. അവർക്ക് കഥകൾ വായിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ദേ ഇമാജിൻഡ് സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്. പക്ഷെ ചിത്രങ്ങൾ നോക്കി അവർ ചില കഥകൾ സങ്കല്പിച്ചു. അതായത് അവർ ബുക്ക് തുറന്നു നോക്കുമ്പോൾ അവർക്കൊന്നും വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു, അതിലുള്ള ഇല്ലുസ്ട്രേഷൻ ചിത്രങ്ങൾ നോക്കിയിട്ട് കഥ മനസ്സിലാക്കിയെടുത്തു. ഇനി അടിയിലുള്ള ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ചിൽഡ്രൻ കീപ് വാച്ചിങ് അൺടിൽ ദീദീസ് റെഡ് ദുപ്പറ്റ ഡിസപ്പിയർഡ്. ദീദിയുടെ ചുവന്ന ദുപ്പറ്റ അപ്രത്യക്ഷമാവുന്നത് വരെ കുട്ടികൾ എന്തിനാണ് നോക്കിയിരുന്നത്? എന്തിനാണ്? അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അവർക്ക് ബുക്ക് കൊടുത്തു, എവിടുന്നോ വന്നൊരു സ്ത്രീ അവർക്ക് ബുക്ക് കൊടുത്തു. അപ്പോൾ അവർ ആ അത്ഭുതത്തോടെ ആ സ്ത്രീ മായുന്നത് വരെ അവരെ തന്നെ നോക്കി നിന്നു. നെക്സ്റ്റ്, നമ്മുടെ ദീദി ബിഗൻ ടു കം എവരി ഡേ. ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. ദേ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസൺഡ് ടു ദ സ്റ്റോറീസ്. അവർ അവളോടൊപ്പം ഇരുന്നു കഥകൾ കേട്ടു. വാവ് വാട്ട് എ ഫാന്റാസ്റ്റിക് ടെയിൽസ് ദീദി റീഡ് ഔട്ട് ടു ദം. വാവ് എത്ര മനോഹരമായ കഥകളാണ് ദീദി അവർക്ക് വായിച്ച് കേൾപ്പിച്ചത്. സ്ലൗലി പതുക്കെ ദേ ബിഗൻ ടു റീകോഗ്നൈസ് ലെറ്റർ ആൻഡ് വേർഡ്സ്. അവർക്ക് അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ തുടങ്ങി. ബിഫോർ ലോങ് അധികം വൈകാതെ ദേ വർ റീഡിങ് സ്റ്റോറീസ് ടു. അവരും കഥകൾ വായിക്കാൻ തുടങ്ങി. ദേ ബിഗൻ ടു ലവ് ദെയർ ദീദി ഡീപ്ലി. അവർ തങ്ങളുടെ ദീദി ആഴമായി സ്നേഹിക്കാൻ തുടങ്ങി. ദേ ഡിസൈഡഡ് ടു ഡെക്കറേറ്റ് ദീദി സീറ്റ്. അവർ ദീദിക്ക് വേണ്ടി ഇരിപ്പിടം അലങ്കരിക്കാൻ തീരുമാനിച്ചു. ദേ ബ്രൗട്ട് എ ചെയർ. അവർ ഒരു കസാരയും. എ പീസ് ഓഫ് കാർപ്പറ്റ്. ഒരു നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റ് ഉണ്ടല്ലോ, ഷീറ്റ്, അതും. ആൻഡ് സം കർട്ടൈൻസ്. പിന്നെ കർട്ടനുകളും കൊണ്ടുവന്നു. ബൈ നൗ അപ്പോഴേക്കും ദീദി സ്പേസിൽ ലുക്ക്ഡ് ലവ്ലി. ദീദിയുടെ സ്ഥലം അവർ മനോഹരമാക്കി ഒരുക്കി വെച്ചു. പക്ഷേ ദീദി ഡിഡ് നോട്ട് കം. ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷിഡ് നോട്ട് കം. പിറ്റേന്നും അവൾ വന്നില്ല. ദ ചിൽഡ്രൻ വെർ വെറീഡ്. കുട്ടികൾ ദുഃഖിതരായി. യെറ്റ് ദേ കണ്ടിന്യൂഡ് ടു വെയിറ്റ്. എന്നാലും അവർ കാത്തിരിപ്പ് തുടർന്നു. ബട്ട് ഷി ഡിഡിൻറ്റ് കം. പക്ഷെ അവൾ വന്നില്ല. എന്താണ്, അവർ ദീദിനെ ആഴത്തിൽ സ്നേഹിച്ചു. ദീദിക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേക സീറ്റും അവർ സ്റ്റോറി വായിക്കാനിരിക്കാനൊക്കെ വേണ്ടി സ്ഥലം സെറ്റ് ചെയ്തു. ഈ പിക്ചറിൽ കാണാം. പക്ഷെ അതിന് ശേഷം ദീദി വന്നില്ല. അവർ വീണ്ടും കാത്തിരുന്നു. ദീദിയെ കാണുന്നില്ല. ഇനി എന്താണ് ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദി സീറ്റ്. കുട്ടികൾ ദീദിയുടെ ഇരിപ്പിടം എങ്ങനെ മനോഹരമാക്കി? എങ്ങനെയൊക്കെയാണ്? ദേ ബ്രൗട്ട് എ ചെയർ, കസേരയും, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൈൻസ്, കർട്ടനും കാർപ്പറ്റൊക്കെ കൊണ്ട്. ഓക്കെ. വാട്ട് ഹാപ്പൻ ടു ദീദിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻ യു ഗസ്? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? നമുക്ക് നോക്കാം. എന്താണ്? എ ക്ലൂ, ഒരു സൂചന. വൺ ഡേ, ഒരു ദിവസം. ഇൻ എ ബുക്ക് ദേ സാവ് ദീദീസ് അഡ്രസ് റിട്ടൺ ഓൺ ദിസ് ലാസ്റ്റ് പേജ്. ഒരു ദിവസം ഒരു പുസ്തകത്തിൻ്റെ അവസാന പേജിൽ ദീദിയുടെ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. ദേ നോട്ടഡ് ഇറ്റ്സ് ഡൗൺ. അവരത് നോട്ട് ചെയ്തു. എക്സൈറ്റഡ്ലി, ആവേശത്തോടെ. ദേ വെൻറ്റ് ഇൻ സെർച്ച് ഓഫ് ഹെർ. ഈ അഡ്രസ്സ് വെച്ചിട്ട് ഈ കുട്ടികൾ അവളെ തിരയാൻ തുടങ്ങി. ദേ ക്യാരിഡ് ദ ബുക്ക് വിത്ത് ദം.
അവർ പുസ്തകങ്ങളും കൂടെ കൊണ്ടുപോയി. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. എന്താണ്, കുട്ടികൾ ബസ് നമ്പറും പിന്നെ അവർക്ക് പോകേണ്ട ലക്ഷ്യസ്ഥാനവും അവർക്ക് വായിക്കാൻ കഴിഞ്ഞു. അതാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനം. ദേ ട്രാവൽഡ് ടു ദീദീസ് പ്ലേസ്. അവർ ദീദിയുടെ വീട്ടിലേക്ക് യാത്രയായി. ദേ സെർച്ച്ഡ് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദീദിയുടെ വീട് തെരഞ്ഞു. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവർക്ക് അത് കണ്ടെത്താനായില്ല. ട്രൈഡ് ആൻഡ് സേർഡ്. അവർ ക്ഷീണിതരും സങ്കടപ്പെടുകയും ചെയ്തു. ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. അവർ മടങ്ങാൻ തീരുമാനിച്ചു. ജസ്റ്റ് ആസ് ദേ വേർ റിട്ടേണിങ്. അവർ തിരികെ പോകുമ്പോൾ സം വൺസ് റെഡ് ഡുപ്പറ്റ ഓൺ എ ടെറസ്. അവരിൽ ഒരാൾ ടെറസിൽ ഒരു ചുവന്ന ഡുപ്പറ്റ കണ്ടു. ദേ റാൻ ടു ദ ഹൗസ്. അത് കണ്ടതും അവർ ആ വീട്ടിലേക്ക് ഓടി. ദേ സേവ് ദീദി ലേയിങ് ഇൻ ദ റെഡ് ബെഡ്. അവിടെ അവർ ദീദി കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. ഷീ ലുക്ക്ഡ് വെരി ഇല്ല്. അവർ വളരെ രോഗിയായി കാണപ്പെട്ടു. അപ്പോൾ അതാണ് ഉണ്ടായത്. അവർ ദീദി ഒരു ബുക്കിൻ്റെ ബാക്കിൽ അഡ്രസ്സ് കണ്ടിട്ട് ദീദീനെ തിരഞ്ഞ് ഇറങ്ങി. അവർക്ക് ലക്ഷ്യസ്ഥാനമൊക്കെ ബസ്സിൽ വായിക്കാൻ കഴിഞ്ഞു. ബസ്സിൽ അവർ യാത്ര തുടർന്നു. എന്നിട്ട് സ്ഥലത്തുള്ള വീടുകൾ അവർ ദീദീനെ തിരയാൻ തുടങ്ങി അവിടെ. ബട്ട് എന്തായില്ല, ദീദീനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവർ മടങ്ങി വരാൻ തീരുമാനിച്ചപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ ഒരു ടെറസിൽ ദീദി ധരിച്ചിരുന്ന പോലത്തെ ഒരു റെഡ് ഡുപ്പറ്റ കണ്ടത്. അത് കണ്ടതും അവർ വീട്ടിലേക്ക് ഓടിപ്പോയി. ശരിയായിരുന്നു, അവിടെ അത് ദീദിയുടെ വീട് തന്നെ ആയിരുന്നു. ബട്ട് ദീദി സുഖമില്ലാതെ രോഗിയായി കിടക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്. കുട്ടികൾ എങ്ങനെയാണ് ദീദിയുടെ വീട് കണ്ടെത്തിയത്? എങ്ങനെയാണ് വീടിൻ്റെ മുകളിൽ ദീദി ധരിച്ചിരുന്ന പോലത്തെ ഒരു ചുവന്ന ദുപ്പറ്റ കണ്ടു. പിന്നെ വാട്ട് ഡിഡ് കുഡ് ബി ദീദീസ് ഫീലിംഗ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ. കുട്ടികളെ കാണുമ്പോൾ ദീദിയുടെ വികാരങ്ങൾ എന്തായിരിക്കും? നമുക്ക് കണ്ടറിയാം എന്തൊക്കെയായിരിക്കും. എന്തായാലും ദീദി നല്ല സർപ്രൈസ്ഡ് ആവും. നമുക്ക് നോക്കാം. ദ മാജിക് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ മാന്ത്രികത. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുട്ടികളെ കണ്ടപ്പോൾ ദീദിക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നി. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് പുഞ്ചിരിച്ചു. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. കുട്ടികൾ അവളുടെ ചുറ്റുമിരുന്ന് അവൾക്ക് വേണ്ടിയിട്ട് കഥകൾ വായിച്ചു കേൾപ്പിച്ചു. ടീയേഴ്സ് ഓഫ് ജോയ് ഫിൽഡ് ദീദീസ് ഐസ്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ ദീദിയുടെ കണ്ണുകളിൽ നിറഞ്ഞു. ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. അവൾ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച കാണാമെന്ന് അവൾ കുട്ടികൾക്ക് വാക്കുകൊടുത്തു. ദ ചിൽഡ്രൻസ് റിട്ടേൺഡ് ഹോം ഹാപ്പിലി. കുട്ടികൾ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെന്താണ്, നൗ ദീദി കംസ് എവരി ഡേ. പിന്നീട് വീണ്ടും ദീദി എന്നും അവരെ കാണാൻ പോവാൻ തുടങ്ങി. യു ക്യാൻ ഫൈൻഡ് ദം എവരി ഈവനിങ്. എല്ലാ വൈകുന്നേരവും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും. യു ക്യാൻ സീ ദം ലോഗിങ്. അവർ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മളോടാട്ടോ പറയുന്നത്. യു ക്യാൻ ഹിയർ ദം റീഡിങ്. അവർ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. അവർ ചിരിച്ച് രസിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ ചിൽഡ്രൻ, ദെയർ ദീദി ആൻഡ് ദ ബുക്സ്. ആ കുട്ടികളെയും അവരുടെ ദീദിയും പിന്നെ ആ ബുക്സും. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആരാണ്? രുക്മിണി ബാനർജി ആണ്. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് ദീദി അജീവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലീവ്സ്. ദീദിയുടെ വരവ് കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു? എങ്ങനെയാണ്? ആ ബുക്കുകളാണ് കാരണം. ദീദി വന്ന് ആ ബുക്ക് കൊടുത്ത് പിന്നീട് അവർക്ക് വായിക്കാൻ അറിയുന്നതും എല്ലാം കുട്ടികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മെയിനായിട്ടും ആ ബുക്സ്. പിന്നെ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. എന്താണ് ഈ സ്റ്റോറിന്ന് മെസ്സേജ്? എന്താണ്? നമ്മളെ പോലെ തന്നെ ഒരുപാട് വായിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ ഈ ലോകത്തുണ്ട്. നമുക്ക് കഴിയുന്ന പോലെ, നമുക്ക് പറ്റുന്ന പോലെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള നല്ലൊരു മെസ്സേജാണ് ഈ ഒരു സ്റ്റോറി തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലത്തെ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ വീഡിയോ വേറെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.